ഞാൻ വന്നതേ ഈ വെയിലിനെ കൊണ്ട് വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. 2 നേരമാണ് ഞങ്ങൾ പടവലത്തിൽ നനയ്ക്കൽ. എന്നിട്ട് പോലും ഞങ്ങളെ പടവലത്തിൻ്റെ ഇത് കണ്ടില്ല, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത്രയും ചൂടാണ്. ഇതൊക്കെ നെങ്ങാണ് കിടന്നിട്ട് കണ്ട. വെയിൽ കൂടിയിട്ടാണ് ഈ കായകളൊക്കെ, ചൂട് കൂടിയിട്ട് കായകളൊക്കെ ആയതല്ല. ഇതേമാതിരി ഇപ്പോൾ കായകൾ ഇനി നല്ലോണം കായ്ക്കണതാണ്. ഇനി ഒരുപാട് കായ്ക്കേണ്ടതാണ്. ഒരു 2 മഴ എനിക്ക് കിട്ടിയാൽ ഞാൻ കൃഷിയിൽ ഇനി എനിക്ക് പറിച്ച അത്രയും കൂടെ പടവലം പറിക്കാം. അത്രയ്ക്കും കായ്ക്കണം. ഉൽപ്പാദനശേഷിയുള്ള വിത്താണ് ഇത്. നാടൻ വിത്താണ്. ഇതല്ലേ ഇങ്ങനെയാണ്. ഒരു നെങ്ങാണ് ഉണ്ടാവും. പിടിച്ചു വയ്ക്കലാറെ ഇതാ കേട്ടോ. ഇതേമാതിരി നെങ്ങിപ്പോകും. അപ്പോൾ ഇതൊക്കെ ഇനിയും വലുതാണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഒഴിക്കുന്ന ലായനി ഇതാണ്. ചാണം, പശുവിൻ്റെ മൂത്രം കൂടെ എല്ലാം കൂടെ കലക്കി, പിണ്ണാക്കെല്ലാം കൂടെ കലക്കിയിട്ട് ഉണ്ടാക്കുന്ന ലായനിയാണ് ഇതിനൊക്കെ ഒഴിക്കണത്. എന്നിട്ട് പോലും ഇത് ഇത്രയും നാശമായി പോകും. ഇനി ഞാനിപ്പോൾ ഒരു 5 കിലോ പറിച്ച്, അതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് പറിച്ചിട്ടുള്ളത്. അപ്പം ചൂട് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഈ ഒരു കൃഷി ഉണ്ടാവില്ല. പച്ചക്കറിക്കൊക്കെ ഭയങ്കരമായിട്ട് വിലയും കൂടും. കണ്ട ഉണങ്ങിപ്പോയതണ്ട ഇങ്ങനെയാവുകയാണ് ചൂടിനെ കൊണ്ട്. കണ്ടില്ലേ ഇതിന് ചൂടാണ് ഇതിൽ പ്രധാനം. നമുക്കിവിടെ നിന്നിട്ട് തന്നെ മേലോട്ടാകെ ഇങ്ങനെ വിങ്ങണം. അത്രയും ചൂടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കയ്പ ഉണ്ടാക്കിയാണ്. കയ്പ അരുമ്പിട്ട് തുടങ്ങിക്കണ്. എന്നാലും അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കണ്ടില്ലേ ഇത് അതിൻ്റെ ഇടയിലൊരു വെള്ളപ്പടവലം. ഇത് ചൂടിനെ കൊണ്ട് ഇങ്ങനെയാണ്. പിന്നെ ഇത് ഞങ്ങൾ മഞ്ഞക്കണി കെട്ടി കണ്ടില്ലേ. ഈ മഞ്ഞക്കണിയാണ് എനിക്ക് പടവലത്തിൽ ഏറ്റവും ഇതായത്. ഇതൊക്കെ ഈ കായ്ച്ചൊക്കെ ഇതുമ്മൽ വന്നിട്ടുണ്ട്. കുത്തി പോകണ്ട കായ്ച്ചകളൊക്കെ കുത്തിയിട്ട് ഇതൊക്കെ കായ്ച്ചു. അതുപോലെ തൊട്ടായപ്പം അറ്റിങ്ങളെ കുടുങ്ങി പോകും. ഇവിടെയുണ്ട് 2 ഭാഗത്തും കായ്ച്ചതിൻ്റെ ഗുണം അതാണ്. കൃഷി ഉണ്ടാക്കണതിലൊക്കെ മഞ്ഞക്കണി കായ്ച്ചക്കണിയൊക്കെ വെക്കുക. മരുന്നടിക്കാണ്ട് കഴിച്ചിലാകാം. 10 എണ്ണം കുത്തിപ്പോയിക്കോട്ടെ, എന്നാലും നമുക്ക് ലാഭകരമാണ്. നമ്മളെ തടിയും ലാഭമാണ്, നമ്മളെ പൈസയും ലാഭമാണ്. ഇതിന് നമുക്ക് 3 എണ്ണത്തിന് നമുക്ക് 50 രൂപ വരുള്ളൂ. മഞ്ഞക്കണിക്കും മറ്റേ ഫെർമോൺ കണിക്കും അതേമാതിരി 100 രൂപ വരുള്ളൂ. കൂടെ അടക്കുമ്പോൾ 200 രൂപ വരും. അപ്പോൾ കൃഷികളിലൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ചൂടാവുമ്പോൾ ലേശം കൃഷി നിർത്തി വെക്കേണ്ടെന്ന് ഞാൻ പറയില്ല. നിർത്തി വെച്ചാൽ നല്ലതാണ്. കണ്ടോ പുതിയ കൃഷികളൊക്കെ ഇനിയിപ്പോൾ ഒരു മഴ പെയ്തതിന് ശേഷം കുഴിച്ചിട്ടാൽ മതി. ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.